ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഗോകർണ ബീച്ചിൽ തന്നെയാണ്. നേരെ രാത്രി ഇവിടെ കിടന്നുറങ്ങി. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇവിടെ രാത്രി കിടന്നുറങ്ങി സെറ്റായിരുന്നു. ഇപ്പോൾ രാവിലെ എണീച്ച് ഉപ്പുമായൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇനി നമ്മുടെ ഗോകർണോട് നമ്മൾ വിട പറയുകയാണ്. അതായത് ഇനി അതിലൊരു പമ്പിൽ പോകണം, കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. അതിന് നൈസായിട്ട് കറുവാർ പോകട്ടോ ഇനി അടുത്ത്. അപ്പോൾ ഓക്കെ, നമുക്ക് കറുവാർത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. Guys, welcome to Karwar Beach. അപ്പോൾ ഞങ്ങളുള്ളത് കർവാറിലാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ടൗണിലോട്ട് പോയി. പക്ഷേ ടൗണിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം തിരക്കുള്ളൊരു ടൗണാണ്. അപ്പോൾ അവിടെ പോയിട്ട് മച്ചാൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ചെറിയൊരു പിന്നൊക്കെ മേടിക്കേണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ ഒരു ബീച്ചുണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ ഗോകർണയിൽ കണ്ട പോലെ മറ്റേ വാട്ടർ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയുള്ളു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗോവയിലോട്ട് പോകണ്ട. അപ്പോൾ ഗോവ. അപ്പോൾ നമ്മളങ്ങനെ ഗോവയിലോട്ട് എത്തിയേട്ടാ. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്, രാത്രിയാണ് എത്തിയേക്കണേ കേട്ടോ. അതാണ് ഈ ലേറ്റ് ഇല്ലാത്തത്. അപ്പോൾ തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഇവിടുത്തെ ഗോവയിൽ നമുക്ക് രാത്രികാല പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഗോവയിലൊരു പമ്പിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. എന്നിട്ടിപ്പോൾ അവിടുന്ന് അടിപൊളിയായിട്ടൊന്ന് ഇറങ്ങി, കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഗോവ വല്ലാണ്ടൊന്നും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. നൈറ്റ് ആ ഒരു നൈറ്റ് സീനറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട്
പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ കോലാപൂർ പോകണുണ്ട്. ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കോലാപൂർക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഓടാനുണ്ട്. അപ്പോൾ എന്തായാലും മെല്ലെ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അധികം എവിടെയും സ്റ്റേ അടിക്കണില്ല ഞങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ കോലാപൂർക്കല്ലേ മച്ചാ? കോലാപൂർ. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കേരളം, കർണാടക, പിന്നെ ഗോവ അതൊക്കെ പിന്നിട്ട് നേരെ മഹാരാഷ്ട്രയിലോട്ട് പ്രവേശിച്ചേട്ടാ. ഈ മഹാരാഷ്ട്രയിലാണ് നമ്മുടെ കളി അല്ലേ മച്ചാ? നമ്മളിപ്പോൾ ഒരു ചുരം കാറില്ലാത്ത സ്ഥലത്തെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ പോകുന്ന മച്ചാൻ്റെ റേഡിയേറ്റർ എന്താ പോയേക്കാണ്. അത് മുമ്പിൽ വണ്ടി ഓടിച്ച പോലെ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ കോലാപൂർ പോകുന്ന വഴിക്ക് അമ്പൂലി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാണുന്ന ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ കുറേ പരിപാടികളുണ്ട് കേട്ടോ, ഫുഡും കാര്യങ്ങളും. പിന്നെ അതുപോലെ അപ്പുറത്തൊരു ചൂതാട്ടം ഉണ്ട് മച്ചാന്മാർ. ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റൂല. ഇവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കാന്ന് പറയുമ്പോൾ തന്നെ വേറൊരു മൂടായിരിക്കും. കാരണം നല്ല അടിപൊളി വ്യൂ ആണല്ലോ, രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന്. അങ്ങോട്ട് കുറേ ആൾക്കാരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലത്തെ ഒരു സ്ഥലം തന്നെ. അതുപോലെ നമുക്ക് പിന്നെ ഇവിടെ കാണാനുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക്. നല്ല തണുപ്പുള്ളതുണ്ടാ, രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടെ വരെ വന്നിട്ട് നമ്മൾ നനയാണ്ടിരിക്കണ മോശമല്ലേ. അപ്പോൾ ഉച്ചയായി, ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും നൈസായിട്ട് കുറച്ച് ചോറും അതുപോലെ ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീനും പിന്നെ അച്ഛനെ കറി എന്തായിരുന്നു? തക്കാളിക്കറി. അപ്പോൾ തക്കാളിക്കറിയും കൂടി ഉണ്ടാക്കാൻ പോണാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ റോഡ് ഇതാണ്.
ഇവിടുന്ന് നല്ല അടിപൊളി ഒരു കിട്ടില്ല സ്പോട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയണ്ട. നമുക്ക് ആദ്യം സ്പോട്ടൊന്ന് കണ്ടു നോക്കാം. വണ്ടിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ നല്ല അടിപൊളി തടാകം പോലത്തെ ഒരു സെറ്റപ്പ്. തടാകമല്ല, ഒരു അരുവി പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റാണ് ഇവിടെ. അപ്പോൾ എന്തായാലും എന്നാ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കറേടാ. ഇവിടെ നമ്മുടെ ഒരു ബായി ഇവിടെ ഒരു ലോറി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മച്ചാൻ്റെ. ഇങ്ങോട്ട് ഇറക്കിയിട്ടാണ് വാഷ് ചെയ്യുന്നത്. ആള് കേരളത്തിലോട്ടൊക്കെ വരാറുണ്ട്. ബായ് ഹായ്, നാം എന്തായിരുന്നു? तुम्हारा नाम? जुबैर. जुबैर. കേരള ആയല്ലേ? നമ്മുടെ കണ്ണൂരൊക്കെ വരാറുള്ളൊരു വണ്ടിയാണിട്ടത്. നല്ല അടിപൊളി ഒരു എന്താ പറയുക, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയ. നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ. അതായത് ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നൊരു സ്ഥലമല്ലേ, നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്ന സംഭവം, ക്ലീൻ ആയിട്ട് കിടക്കുക. നമ്മുടെ ചോറോട് വെച്ചിട്ടുണ്ടോ? ചോറിൻ്റെ വിസിലടിക്കാരായെന്ന് തോന്നല്ലേ? 5 മിനിറ്റ് അടിക്കും. പിന്നെ അതുപോലെ ഇത് അവിടെ ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മൾ എവിടെ നിന്ന് മേടിച്ച്? ഇത് നമ്മൾ ധാർവാറിന്ന് മേടിച്ചാ? ഗോകർണ തന്നെയാണല്ലേ. അതുപോലെ ഇത് എന്ത് കറിയാണെന്നൊന്നും ചോദിക്കരുത്. തക്കാളി ഉണ്ട്, സവാളയുണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിനകത്ത് 2 കോഴിമുട്ട ഇട്ടിട്ട് അങ്ങോട്ട് പൂസാൻ പോണേ ഉണ്ടാ. അപ്പോൾ ഞങ്ങളുടെ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഉണക്കമീനും മച്ചാന്തേരുന്ന് കഴിക്കണേ ഉണ്ടാ. ഉണക്കമീൻ പിന്നെ ഞങ്ങളുടെ കറി ഒക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ അലക്കാണ്ട് അതൊക്കെ അലക്കിയിട്ട് നേരെ കോലാപ്പൂർ അല്ലേ മച്ചാ? അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല അടിപൊളി കിടിലനായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഊർജം അല്ലേ മച്ചാ? തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും നമ്മുടെ അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്കും ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്തായാലും എൻ്റെയും നമ്മുടെ ഷമീർ മച്ചാൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ കോലാപ്പൂരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ.